കോൺഗ്രസ് സ്ഥാനാർത്ഥികളായി 75 വയസ്സ് കഴിഞ്ഞവർ മത്സരിക്കണമെന്ന് ഹൈക്കമാൻഡ് തീരുമാനിക്കും. സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രായപരിധി നിബന്ധന ഇത്തവണ ഏർപ്പെടുത്തുന്നുണ്ടോ എന്നും 75 കഴിഞ്ഞവരെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഉൾപ്പെടുത്തണോ എന്ന കാര്യത്തിൽ തീരുമാനമെടുത്ത് അറിയിക്കണമെന്നും കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം ഹൈക്കമാൻഡിനോട് അഭ്യർത്ഥിച്ചു. 75 വയസ്സ് കഴിഞ്ഞ് ജയസാധ്യതയുള്ളവർക്ക് പ്രായപരിധിയിൽ ഇളവ് അനുവദിക്കണമെന്ന ആവശ്യവുമുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് കോൺഗ്രസിന് വേണ്ടി തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്ന കനകോലു സംഘവും മണ്ഡലം പിടിച്ചെടുക്കാനോ നിലനിർത്താനോ ആവശ്യമുള്ളവരൊഴികെ 75 വയസ്സ് കഴിഞ്ഞവരെ സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്ന് ഒഴിവാക്കണമെന്ന നിർദ്ദേശം മുന്നോട്ട് വച്ചിരുന്നു. കനകോലു സംഘത്തിന്റെ ആവശ്യപ്രകാരമാണ് സംസ്ഥാന നേതൃത്വം ഇക്കാര്യം ഹൈക്കമാൻഡിനോട് അഭ്യർത്ഥിച്ചത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 70 വയസ്സ് പ്രായപരിധി നിബന്ധന കർശനമാക്കിയിരുന്നു. അതിനു മുകളിൽ ജയസാധ്യതയുള്ള മുതിർന്ന നേതാക്കൾക്ക് മാത്രമാണ് ഇളവ് അനുവദിച്ചത്. ഇത്തവണയും പ്രായപരിധിയിലെ ആശയക്കുഴപ്പം ഒഴിവാക്കണമെന്നാണ് ആവശ്യം. ഓരോ മണ്ഡലത്തിലും 3-4 പേരടങ്ങിയ ജയസാധ്യതയുള്ളവരുടെ സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കിയിരുന്നു. ജില്ലാ മണ്ഡലം തലത്തിലെ നേതാക്കളുമായി സംസ്ഥാന നേതൃത്വം നടത്തിയ കൂടിക്കാഴ്ചകളുടെയും വിവിധ സർവേ റിപ്പോർട്ടുകളുടെയും അടിസ്ഥാനത്തിലായിരുന്നു പട്ടിക തയ്യാറാക്കിയത്. ഇതിനെ വീണ്ടും ചുരുക്കി സമർപ്പിക്കാനുള്ള സർവേകളാണ് ഇപ്പോൾ നടന്നുവരുന്നത്. ഒരു മണ്ഡലത്തിൽ പരമാവധി 2-3 പേരുടെ പേരുകൾ മാത്രമാകും സംസ്ഥാന നേതൃത്വം കോൺഗ്രസ് സ്ക്രീനിംഗ് കമ്മിറ്റിക്ക് കൈമാറുക. ഇതിനായി കനകോലു സംഘത്തിന്റെ അന്തിമ സർവേയും നടന്നുവരുന്നു. ഇതിനിടെയാണ് പ്രായപരിധി മാനദണ്ഡമാക്കുന്നുണ്ടോ എന്ന് ചോദ്യം ഉയർന്നത്. 75 വയസ്സ് പ്രായപരിധി കർക്കശമാക്കിയാൽ പല മണ്ഡലങ്ങളിലും തയ്യാറാക്കിയ സ്ഥാനാർത്ഥി പട്ടികയിൽ കുറവ് വരും. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജില്ലാ പഞ്ചായത്തുകളിലേക്കും കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റികളിലേക്കും യുവ സ്ഥാനാർത്ഥികളെ പരീക്ഷിച്ചപ്പോൾ വലിയ വിജയമായിരുന്നു നേടിയത്. ഈ മാതൃക കൂടി പിന്തുടരുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിലും വിജയസാധ്യത ഉയർത്തുമെന്ന അഭിപ്രായവുമുണ്ട്. അടുത്തയാഴ്ച ആദ്യം ഡൽഹിയിൽ സ്ഥാനാർത്ഥി നിർണയത്തിനുള്ള സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം ചേരുന്നുണ്ട്.